ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂവിൽ തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചുവടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂവിൽ തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ 2024 ഡിസംബർ 31 പത്രത്തിൽ ഇങ്ങനെയൊരു വാർത്തയുണ്ടായിരുന്നു. 2025 തുടങ്ങുമ്പോൾ ഒരു ജനറേഷൻ കൂടി മാറുകയാണ്. ആൽഫ ജനറേഷനോട് വിട പറഞ്ഞ് നാളെ ബീറ്റ ജനറേഷൻ ആരംഭിക്കുകയാണ്. എന്താണ് ഈ തലമുറ മാറ്റം? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ആദ്യം നമുക്ക് ആൽഫ ജനറേഷൻ എന്താണെന്ന് നോക്കാം. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണല്ലോ ആൽഫ. പൂർണ്ണമായും 21-ാം നൂറ്റാണ്ടിൽ ജനിച്ചവർ ആയതിനാലാണ് അവർക്ക് ആൽഫ ജനറേഷൻ എന്നുള്ള പേര് നൽകപ്പെട്ടത്. 2013 മുതൽ 2024 വരെ ജനിക്കുന്ന കുട്ടികളെയാണ് ആൽഫ ജനറേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ കൺസൾട്ടിംഗ് ഏജൻസിയായ മാക്രിൻഡിൽ റിസർച്ച് 2008 നടത്തിയ സർവേയിലാണ് ഈ പേര് അവർക്ക് നൽകപ്പെടുന്നത്. പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലാണ് അവരുടെ ജീവിതം. അതിനാൽ അവരെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ജനറേഷൻ ബീറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെക്നോളജിയുടെ എല്ലാ വകഭേദങ്ങളെയും അറിയുവാനും ആസ്വദിക്കുവാനും വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധിയുടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തുവാനുമുള്ള ഭാഗ്യമുള്ളവരാണ് ബീറ്റ ജനറേഷനിലെ കുഞ്ഞുങ്ങൾ. പൂർണ്ണമായി 22-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനും 22-ാം നൂറ്റാണ്ട് കാണുവാനും ജീവിക്കുവാനുമുള്ള ഭാഗ്യവും ബീറ്റ ജനറേഷനിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് അവരുടെ വലിയ ഒരു സവിശേഷതയായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായി ഒരു സംശയമുണ്ടാകാം, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന തലമുറകളൊക്കെ ഏതു പേരിലാണ് അറിയപ്പെടുന്നതെന്ന്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. അതായത് 1901 മുതൽ 1927 വരെ ജനിച്ചവരെ ദ ഗ്രേറ്റസ്റ്റ് ജനറേഷനിലും 1928 മുതൽ 1945 വരെ ജനിച്ചവരെ സൈലൻ്റ് ജനറേഷനിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1946 മുതൽ 1964 വരെ ജനിച്ചവരെ ബ്ലൂമേഴ്സ് എന്ന വിഭാഗത്തിലും 1965 മുതൽ 1980 വരെയുള്ളവരെ എക്സ് എന്ന കാറ്റഗറിയിലും 1981 മുതൽ 1996 വരെയുള്ളവരെ മില്ലേനിയൻസ് എന്ന ഗ്രൂപ്പിലും 1997 മുതൽ 2012
12 വരെ ജനിച്ചവരെ Z കാറ്റഗറിയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഓക്കേ.